നിർമ്മല സിറ്റി സ്റ്റോൺഹെഞ്ച് ട്രെക്കിംഗ് അവസാനിപ്പിച്ച സ്ഥലത്തു നിന്നാണ് ഇന്ന് നമ്മൾ യാത്ര തുടങ്ങുന്നത്. ഇവിടെ വരെ വന്നിട്ട് നമ്മൾ തിരിച്ചു പോവുകയായിരുന്നു. ഇന്ന് അഞ്ചുരുളിയിൽ മൂടൽമഞ്ഞ് തീരെ ഇല്ലെന്ന് തന്നെ പറയാം. നീല ജലാശയം അതിസുന്ദരമായി കാണപ്പെടുന്നു. നമ്മുടെ യാത്രകളിൽ അഞ്ചുരുളി തടാകം ഏറ്റവും വ്യക്തമായി കാണാൻ കഴിയുന്നത് ഈ ട്രക്കിങ്ങിലാണെന്ന് തോന്നുന്നു. താഴെ നിബിഡ വനമാണ്. കിളികളുടെ ആരവം ഈ കുന്നിൻ മുകളിൽ വ്യക്തമായി കേൾക്കാം. തടാകത്തിലെ വെള്ളത്തിനും ആകാശത്തിനും ഒരേ നിറം. ഉണങ്ങിയ പുല്ലുകളുടെ ഗോൾഡൻ കളറും അവയ്ക്കിടെ അങ്ങിങ്ങ് തലയുയർത്തി നിൽക്കുന്ന ചെറുമരങ്ങളുടെ പച്ചപ്പും ഇടയ്ക്കിടെ കാണുന്ന പാറകളുടെ കറുപ്പഴകും താഴെ ഇടതൂർന്ന് കാണുന്ന വനത്തിൻ്റെ ഹരിതാഭയുമെല്ലാം ചേർന്ന് ഗംഭീരമായ ദൃശ്യവിരുന്നാണ് ഇന്ന് ലഭ്യമായിരിക്കുന്നത്. നല്ല കാറ്റാണിവിടെ. ഇതൊക്കെ മേച്ചിൽ പുല്ലുകളാണ്. പണ്ട് പുര മേഞ്ഞിരുന്നത് ഈ പുല്ല് ഉപയോഗിച്ചാണ്. ചെറുമരങ്ങളൊക്കെ ഇല പൊഴിച്ചു തുടങ്ങിയിരിക്കുന്നു. വേനൽ കടുത്തതോടെ പുല്ലുകളും ചെടികളുമൊക്കെ ഉണങ്ങിത്തുടങ്ങിയിരിക്കുന്നു. ഇനി അധികം താമസിയാതെ നിയന്ത്രിതമായി തീ കത്തിച്ച് ഉണക്കപ്പുല്ലുകൾ നശിപ്പിച്ചു കളയും. കാട്ടുതീ തടയുന്നതിനായി എല്ലാ വർഷവും വേനൽക്കാലത്ത് നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇങ്ങനെ ചെയ്യാറുണ്ട്. വനത്തോട് ചേർന്ന് ഫയർ ലൈനും തെളിച്ചിടും. മരത്തിനു മുകളിൽ ഒരു ഏറുമാടമുണ്ട് ഇവിടെ. ചുറ്റും കൃഷിയൊന്നും കാണുന്നുമില്ല. ആരോ രസികന്മാർ കാറ്റുകൊണ്ടിരിക്കാൻ നിർമ്മിച്ചതാവാം. അതിൻ്റെ പഴക്കം എത്രയെന്നറിയില്ല. അല്ലെങ്കിൽ ഒന്ന് കയറി നോക്കാമായിരുന്നു. വിശാലമായ പാറ. ഇതിലെ അങ്ങ് കയറിപ്പോകാം. കുന്നിന്റെ മറുവശം ജനവാസ മേഖലയാണ്. നമ്മൾ പിന്നിട്ട വഴികളാണ് കാണുന്നത്. കയ്യാലകളൊക്കെ തകർന്നു കിടക്കുന്നു. കയ്യാലകളും ജണ്ടായുമൊക്കെ ഫോറസ്റ്റ് അതിർത്തി തിരിച്ചിരിക്കുന്നതാണ്.
കയ്യാലയുടെ അരികു ചേർന്ന് നീലത്തടാകവും ആസ്വദിച്ചങ്ങനെ നീങ്ങാം. വളരെ വിശാലമായ പരന്ന പാറകളാണിവിടെ. ഉണങ്ങിയ പുല്ലുകളുടെ പശ്ചാത്തലത്തിൽ കറുത്ത നല്ല വൃത്തിയുള്ള പാറയുടെ ദൃശ്യഭംഗി നോക്കുക. ഇവിടെ കുറേ സമയം ഇരിക്കാൻ തോന്നിപ്പോകും. എന്തിനാണ് ഈ പോകുന്ന വഴിയൊക്കെ ഇത്രനേരം കാണിക്കുന്നത് എന്ന് ചോദിച്ചവരുണ്ട്. ട്രെക്കിംഗ് എന്ന് പറയുന്നത് ഒരിടത്ത് കയറിപ്പോയി ഭംഗിയുള്ള ഒരു കാഴ്ച കണ്ട് മടങ്ങി വരാനുള്ള ഒരു യാത്രയല്ല. പോകുന്ന വഴിയിൽ കാണുന്ന ഓരോ ചെറിയ കാഴ്ചകളും ആസ്വദിച്ച് കിളികളോടും മരങ്ങളോടുമൊക്കെ വർത്തമാനം പറഞ്ഞ് ഈ പരന്ന പാറയിലൊക്കെ ഇരുന്ന് കാറ്റും കൊണ്ട് പ്രകൃതിയുടെ സംഗീതവും ശ്രവിച്ച് ഒക്കെയാണ് ട്രെക്കിംഗ് നടത്തേണ്ടത്. അങ്ങനെ നമ്മൾ തിരികെ വരുമ്പോൾ നമ്മോടൊപ്പം പോരുന്ന ഈ ഊഷ്മളമായ ഓർമ്മകൾ മനസ്സിനും ശരീരത്തിനും നൽകുന്ന ഊർജം അതനുഭവിച്ചു മാത്രം മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നാണ്. ഓരോ സ്ഥലത്തു നിന്നും ലഭിക്കുന്ന യഥാർത്ഥ ആംബിയൻറ്റ് സൗണ്ടുകളാണ് നമ്മുടെ വീഡിയോകളിൽ കേൾക്കുന്നത്. കാറ്റിൻ്റെ ശബ്ദം അല്പമൊക്കെ അലോസരപ്പെടുത്തുന്നുണ്ടെങ്കിലും ഈ സ്ഥലത്തു കൂടിയൊക്കെ കടന്നു പോകുന്ന അനുഭവം ഇത് കാണുന്നവർക്കും ലഭിക്കണമെന്ന പ്രതീക്ഷയിലാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. കാറ്റിൽ ചിറ്റീന്ത് ചെടികളൊക്കെ പാറിപ്പറക്കുകയാണ്. ഇവയുടെ തണ്ടുകൾ മുറിച്ചെടുത്ത് ഉണക്കി ചൂൽ നിർമ്മിക്കാറുണ്ട്. ഇപ്പോൾ ഇവ കായ്ക്കുന്ന സമയമാണ്. കടുത്ത വേനലിനെയും അതിജീവിക്കുന്നവയാണ് ചിറ്റീന്ത് ചെടികൾ. അഞ്ചുരുളി കുന്നുകളിൽ ഇവ ധാരാളമായി കാണപ്പെടുന്നു. ഇവിടെ കുറേയേറെ ചെടികൾ ഉണങ്ങി നിൽക്കുന്നു. കാട്ടുകുറിഞ്ഞിയാണ്. ഈ കുന്നുകളിൽ പലയിടത്തും കുറിഞ്ഞി പൂക്കാറുണ്ട്. ആ സീസണിൽ ഇവിടെ സന്ദർശക പ്രവാഹമായിരിക്കും. നമ്മൾ ഇപ്പോൾ നടക്കുന്നത് വാഗപ്പടി എന്ന സ്ഥലത്തിന് സമീപമുള്ള അഞ്ചുരുളിക്കുന്നിൻ്റെ മുകളിലൂടെയാണ്. കാറ്റിനൊരു കുറവുമില്ല. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നേരെ കടക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇടതൂർന്ന പുൽക്കാടും കുറ്റിച്ചെടികളുമാണ്. കുന്നിൻ്റെ ഏതെങ്കിലും വശത്തുകൂടി ഇറങ്ങിപ്പോകണം. നമ്മൾ വാഗപ്പടി ഭാഗത്തേക്ക് കുറച്ച് ഇറങ്ങി. ഇതിലെയാണ് ഇറങ്ങി വന്നത്. ഇവിടെ ഒരു ചെടി കണ്ടു. ഇവിടെ ഇതിന് മത്തിപ്പുളി എന്നാണ് പറയുന്നത്. മീൻ കറിയിലൊക്കെ പുളിക്ക് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. വളരെയേറെ ഔഷധമൂല്യമുള്ള ഈ ചെടി ഇപ്പോൾ അപൂർവമായേ കാണാറുള്ളൂ. ഇനി ഇതിലെ മുകളിലേക്ക് കയറണം. ചെറിയൊരു വഴിത്താരയുണ്ടെങ്കിലും വലിയ പുൽക്കാടാണ്. മുകളിലെത്തിയപ്പോൾ തടാകത്തിനു ചുറ്റും മഞ്ഞിറങ്ങാൻ തുടങ്ങിയിരിക്കുന്നു. വെയിലും കാറ്റും കുറഞ്ഞിട്ടുമുണ്ട്. നമ്മൾ നടന്ന് ഏകദേശം വാഴവര എന്ന സ്ഥലത്തിൻ്റെ മുകൾ ഭാഗത്ത് എത്തിയിരിക്കുന്നു.
നമ്മൾ ട്രെക്കിംഗ് തുടങ്ങിയ നിർമ്മല സിറ്റിക്കും വാഴവരയ്ക്കും ഇടയ്ക്കുള്ള സ്ഥലമാണ് വാകപ്പടി. ഇതാണ് വാഴവര. ആ റോഡ് കാണുന്ന സ്ഥലമാണ് ആശ്രമം ജംഗ്ഷൻ. അവിടെ നിന്നുമാണ് നമ്മുടെ അടുത്ത ട്രെക്കിങ് കൗന്തി എന്ന സ്ഥലത്തേക്ക് പോകുന്നത്. റിസോർട്ടുകളൊക്കെയാണ് കാണുന്നത്. ഇടതുഭാഗത്ത് ഉയർന്നു കാണുന്നതാണ് കൗന്തി മലനിരകൾ. മുല്ലപ്പെരിയാർ അഞ്ചുരുളി ജലാശയത്തിലേക്ക് വന്നു ചേരുന്ന ദൃശ്യം നന്നായി കാണുവാൻ സാധിക്കുന്നത് കൗന്തി ഭാഗത്തു നിന്നാണ്. ഇത് അടുത്ത ട്രെക്കിങ്ങിൽ നിങ്ങൾക്ക് കാണാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ ചാനൽ കൂടുതൽ മെച്ചപ്പെടുത്തുവാൻ സഹായകരമാകും എന്നതിനാൽ അവ കമൻറ്റുകൾ വഴി ഞങ്ങളെ അറിയിക്കുക. വീഡിയോകൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക.